തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ LDF സ്ഥാനാർത്ഥികളായി ദമ്പതികൾ. CA നിഷാദ് കരുണാലയം ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ റസിയ നിഷാദ് കൊല്ലംകുടിമുകൾ സ്ഥാനാർത്ഥിയാണ്. തൃക്കാക്കര നഗരസഭയിൽ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് ദമ്പതികളാണ്, നിഷാദും റസിയ നിഷാദും. എന്തായാലും അവർ നമ്മുടെ കൂടെയുണ്ട്. മത്സര രംഗത്തേക്ക് സജീവമായി ഇറങ്ങാൻ പോവുകയാണ് ഇരുവരും. വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ രണ്ടുപേരുമാണ് ജീവിതത്തിൽ ഒരുമിച്ച് രണ്ടുപേരുമാണ് ഇപ്പം പാർട്ടിക്ക് വേണ്ടി ഒരുമിച്ച് ഇറങ്ങാൻ പോകുന്നത്. ഞങ്ങൾ നേരത്തെ മത്സരിച്ച വാർഡ് തന്നെയാണ്. മുനിസിപ്പാലിറ്റിയിൽ 5-ാം വാർഡ് ഈ ഡീലിമിറ്റേഷന് ശേഷം വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും വാർഡ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിഭജനം വന്നപ്പോൾ വാർഡ് 2ആയി മുറിഞ്ഞതാണ്. അതിലൊരു പ്രദേശം ജനറൽ വാർഡും ഒരു പ്രദേശം വനിതാ വാർഡുമായി. ഞങ്ങൾ രണ്ടുപേരും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. റസിയ 2 വട്ടം ആ വാർഡിനെ പ്രതിനിധീകരിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഞാൻ 2015-20 അതേ വാർഡിൽ തന്നെ കൗൺസിലറായിരുന്നു. പാർട്ടി ഞങ്ങളിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുമിച്ചാണ് ഗോദയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. എത്രത്തോളം പ്രതീക്ഷയിലാണ്? നല്ല പ്രതീക്ഷ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പാർട്ടി നമ്മളെ ഈ ഒരു ചുമതല ഏറ്റെടുപ്പിച്ചത്. ഇവിടെ നിഷാദ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പാർട്ടിയിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഓരോ സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്. ഭരണത്തിന് ഇറങ്ങി തുടങ്ങി. പ്രചരണത്തിന് ഇല്ല, നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതേ ഉള്ളൂ, സാധിച്ചു എന്നുള്ളതാണ്. ഇനിയാണ് രാഷ്ട്രീയ നിലവിലുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് പിന്തുണ നൽകുന്ന ആളുകളായിരിക്കും രണ്ടുപേരും. ഇപ്പം രാഷ്ട്രീയത്തിലും അങ്ങനെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലും നല്ല പിന്തുണയുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ നല്ലൊരു അംഗീകാരം കിട്ടിയത്. എന്തായാലും വളരെ വിശ്വാസമുണ്ട്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ജയിച്ചു വരാമെന്ന്. എന്തായാലും മത്സരരംഗത്തേക്ക് ദമ്പതികൾ ഇറങ്ങാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒന്നിച്ചതുപോലെ തന്നെ ഈ മത്സരരംഗത്തും ഒന്നിച്ച് അവർ പോരാടുകയാണ്. ക്യാമറമാൻ ദിവ്യൻ ദിനകരനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.